Tiju's Academy. This is Tiju and today we will be discussing about IELTS Writing Task 2. So first of all, let's wait for a couple of minutes so that everybody could join the session. So good afternoon. നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് റീഫ്രേസ് ചെയ്യാമെന്നാണ്. സോ ടുഡേ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് IELTS പഞ്ച്വേഷൻസ്. നമുക്ക് എങ്ങനെ പഞ്ച്വേഷൻസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബാൻഡ് സ്കോർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ ദ കേസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് നമുക്ക് ആ ഒരു പഞ്ച്വേഷൻ യൂസേജിലേക്ക് വരുമ്പം പലർക്കും പ്രോപ്പറായിട്ട് അറിയില്ല എങ്ങനെ പഞ്ച്വേഷൻ യൂസ് ചെയ്യണമെന്നുള്ളത്. സോ അതിലൊരു പഞ്ച്വേഷനായിട്ടുള്ള കോമയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ യൂസേജ് ഓഫ് കോമ. സോ പലരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് IELTS റൈറ്റിങ്ങിൽ വരുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് യൂസ് ചെയ്യണം. വി നീഡ് ടു യൂസ് കോംപ്ലെക്സ് ആൻഡ് കോമ്പൗണ്ട് സെൻറ്റൻസസ്. സോ ഏറ്റവും സിമ്പിളായിട്ടുള്ള കോമ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എങ്ങനെ ഒരു കോംപ്ലെക്സ് സെൻറ്റൻസ് ഫോം ചെയ്യും എന്നൊരു ഡൗട്ട് പലർക്കും ഉണ്ട്. ആൻഡ് യു ഡോണ്ട് നോ ഹൗ യു ക്യാൻ യൂസ് കോമ, എവിടെയൊക്കെ കോമ യൂസ് ചെയ്യണമെന്നുള്ളത് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിന് ക്ലിയർ ആയിട്ട് അറിയാത്ത ഒരു കാര്യമാണ്. സോ ദാറ്റ്സ് ദ റീസൺ വൈ ടുഡേ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ യൂസേജ് ഓഫ് കോമാസ്. എവിടെയൊക്കെ നിങ്ങൾക്ക് കോമാസ് യൂസ് ചെയ്യാം. And by using that commas only, you can construct complex sentences, and by that you can acquire a much higher band in your band descriptors. That is grammatical range and accuracy എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് മാക്സിമം ബാൻഡ് സ്കോർ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ കോമയുടെ മാത്രം യൂസേജ് വഴി നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, so the first one is use commas between a list of items. ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് നിങ്ങൾ പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കോമ യൂസ് ചെയ്യാം. യു ക്യാൻ യൂസ് commas in between a list of items. We can look into some examples. By that you get a clear cut idea about that. Okay, so the first one is I bought a coat, comma, a hat, comma, ആൻഡ് എ ഷർട്ട് വെൻ ഐ വാസ് ഇൻ ദ ഷോപ്പിംഗ് സെൻറ്റർ. സോ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എന്നുള്ള കാറ്റഗറിയിൽ. നമ്മൾ എ കോട്ട്, എ ക്യാറ്റ്, എ ഷർട്ട് 3 കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇൻ ബിറ്റ്വീൻ ദാറ്റ് യു നീഡ് ടു പുട്ട് എ കോമ. ഓൾവേസ് റിമെമ്പർ ബിഫോർ ദ ലാസ്റ്റ് ഐറ്റം ഓൾസോ. അതായത് നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് പറയുന്ന ഐറ്റത്തിൽ നമ്മൾ നോർമലി ആൻഡ് എന്നുള്ളൊരു കണക്റ്റിംഗ് വേർഡാണ് കൊടുക്കുന്നത്. ബിഫോർ ദാറ്റ് ആൻഡ് ഓൾസോ യു നീഡ് ടു പുട്ട് എ കോമ. യു ഹാവ് ടു പുട്ട് എ കോമ ബിഫോർ ദിസ് ആൻഡ്. അത് നിങ്ങൾ റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഡോണ്ട് പുട്ട് എ കോമ ദെയർ. അവിടെ ഒരു കോമ ഉണ്ടാവില്ല. And the second sentence is you can drive a truck, comma, a car, comma, or a taxi in this area. So here also last categoryയുടെ ഇൻ ഫ്രണ്ട് ആയിട്ട് നിങ്ങൾ ഒരു കോമ ഇട്ടിട്ടുണ്ടാവണം. ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് നിങ്ങൾ പറയുന്ന സമയത്ത് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ കോമ ഇടുക. ആൻഡ് ദ ലാസ്റ്റ് കാറ്റഗറി അതിലെ ലാസ്റ്റ് ഐറ്റം പറയുമ്പോഴും അതിന് മുന്നേ ആൻഡ് അല്ലെങ്കിൽ ഓർ എന്തൊരു കണക്റ്റിംഗ് വേർഡ് ഉണ്ടെങ്കിൽ കൂടിയും അവിടെ ഒരു കോമ ഇടാനായിട്ട് നിങ്ങൾ മറക്കാനായിട്ട് പാടില്ല. ഓക്കെ, and the second usage is use a comma after the adverbs at the beginning of a sentence. അതായത് ഒരു സെൻറ്റൻസ് ബിഗിനിങ്ങിലുള്ള ആഡ്വേർബ്സിന് മുന്നേയും നിങ്ങൾ കോമ യൂസ് ചെയ്യുക. സോ ഫോർ ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ബിഗിനിങ് ആഡ്വേർബ്. നമുക്ക് യൂഷ്വലായിട്ടുള്ള ആഡ്വേർബ്സ് നമുക്കറിയാം. ഒരു വേർബിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ ആഡ്വേർബ് എന്ന് പറയുന്നത്. ബട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ ബിഗിനിങ് ആഡ്വേർബ്. ബിഗിനിങ് ആഡ്വേർബ് എന്ന് പറയുന്നത് എന്താണ്? സോ നമ്മൾ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പുതിയ ഒരു ഐഡിയാസ്, അതായത് ആ ഒരു ഐഡിയ ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കണക്റ്റേഴ്സിനെയാണ് നമ്മൾ ബിഗിനിങ് ആഡ്വേർബ്സ് എന്ന് പറയുന്നത്. ഹിയർ ആർ സം എക്സാമ്പിൾസ്. ഇൻ കോൺട്രാസ്റ്റ്, പ്ലസ്, ഇൻ അഡീഷൻ, ഫർദർമോർ, besides, consequently, as a consequence, generally, in general, to some extent, in conclusion, to sum up, ടു സമ്മറൈസ് എക്സെട്ര. ഇതുപോലത്തെ വേർഡ്സ് ഒരു IELTS ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ പാരഗ്രാഫ് കണക്റ്റേഴ്സായിട്ടും സെൻറ്റൻസ് കണക്റ്റേഴ്സായിട്ടും യൂസ് ചെയ്യുന്ന വേർഡ്സാണ്. വി ഓൾറെഡി നോ ദിസ് വേർഡ്. സോ യു ഹാവ് ടു പുട്ട് എ കോമ ആഫ്റ്റർ യൂസിങ് ദിസ് വേർഡ്. ഇതിൽ ഏതൊരു വേർഡ് നിങ്ങൾ കണക്ടറായിട്ട് യൂസ് ചെയ്താലും അതിനുശേഷം യു നീഡ് ടു പുട്ട് എ കോമ ദെയർ. So here are some examples. The seminar was a fantastic experience, full stop. In addition, comma, we learned a lot from the instructors in the university.
സോ നമ്മൾ സെക്കൻഡ് ഐഡിയ ആഡ് ചെയ്ത സമയത്ത് നമ്മൾ കണക്ടർ കൊടുത്തു ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് പുട്ട് എ കോമ. The second one is, to some extent, they were thrilled that the semester was about to end. So, നമ്മൾ ആ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ടു സം എക്സ്റ്റെൻറ്റിന് കൂടെയായിട്ട് നമ്മൾ ഒരു കോമ ആഡ് ചെയ്തിട്ടുണ്ട്. ദ തേർഡ് വൺ ഈസ്, ടു സമ്മറൈസ്, കോമ, എ ഹൈ സാലറി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വെൻ യു ചൂസ് എ ജോബ്. സോ ഇത് ഓൾറെഡി മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിന് അറിയുന്ന ഒരു കേസാണ്. മെജോറിറ്റി നോ ദിസ്, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ കോമ ഇടണം എന്നുള്ളത്. ബട്ട് ഇഫ് യു ഡോണ്ട് നോ ദിസ്, യു ഹാവ് ടു ലേൺ ഫ്രം ഹിയർ. യു ഹാവ് ടു പുട്ട് എ കോമ ആഫ്റ്റർ ദ ഇൻട്രൊഡക്ടറി ആഡ്വേർബ്സ്. ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. യു ഓൾറെഡി നോ ദിസ് വേർഡ്സ്. ഹൗവർ, ഇൻ അഡീഷൻ, ബിസൈഡ്സ്, ഫർദർ മോർ, നെവർത്തിലെസ്, നൺതിലെസ്, ദെയർഫോർ, ദസ്, അറ്റ് ദ സെയിം ടൈം, എക്സെട്ര. ഇതെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഈ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വെൻ യു ആർ യൂസിങ് ദിസ് വേർഡ് ആഫ്റ്റർ ദ ഫസ്റ്റ് സെൻറ്റൻസ്, ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ സെക്കൻഡ് സെൻറ്റൻസ്, യു ഹാവ് ടു പുട്ട് എ കോമ ആഫ്റ്റർ ദിസ് വേർഡ്. ബട്ട് നിങ്ങൾ രണ്ട് സെൻറ്റൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വേർഡ്സ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ആഫ്റ്റർ ദ ഫസ്റ്റ് സെൻറ്റൻസ് യു ഹാവ് ടു പുട്ട് എ സെമി കോളൻ ആൻഡ് സ്റ്റാർട്ട് ദ സെക്കൻഡ് സെൻറ്റൻസ് വിത്ത് ദിസ് വേർഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു അഗൈൻ പുട്ട് എ കോമ. Okay, here are some examples. സോ നിങ്ങൾ ഈ ഒരു രീതിയിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. നിങ്ങളൊരു സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ എൻഡിങ്ങിൽ, അതായത് ഫസ്റ്റ് സെൻറ്റൻസ് കഴിയുമ്പോൾ നിങ്ങളൊരു കോമ ഇടുക. ദെൻ സെക്കൻഡ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിലൊരു വേർഡ് യൂസ് ചെയ്യുക, അതിനുശേഷം കോമ കൊടുത്തിട്ട് പോവുക. സോ നിങ്ങളുടെ ഇവിടെ ആ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഇസ് ദ സ്റ്റാർട്ടിങ് ഓഫ് സെക്കൻഡ് സെൻറ്റൻസ്. ബട്ട് നിങ്ങളൊരു സെൻറ്റൻസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സെക്കൻഡ് സെൻറ്റൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു പുട്ട് എ സെമി കോളൻ ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ യൂസ് ദിസ് വേർഡ്സ് ഫോളോയിങ് ബൈ എ കോമ. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങൾ ഫസ്റ്റ് ടൈപ്പിൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് സെക്കൻഡ് ടൈപ്പാണ്, ബിക്കോസ് യു ക്യാൻ അക്വയർ എ മാർക്ക് ഫോർ ദാറ്റ് സെമി കോളൻ ഓൾസോ. സോ ഹിയർ ഈസ് ദ എക്സാമ്പിൾ. മെനി പീപ്പിൾ ലിവ് ബിലോ ദ പോവർട്ടി ലൈൻ ഇൻ സം കൺട്രീസ്, ഫുൾ സ്റ്റോപ്പ്. ഹൗവർ, comma, many governments have created welfare programs to improve the situation. So ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ്. ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് പ്രൊവൈഡ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് യൂസ് ദ ആഡ്വർബ്. അതിനുശേഷം നമ്മൾ കോമ ഇട്ടിട്ട് നമ്മുടെ സെക്കൻഡ് ഐഡിയ ആഡ് ചെയ്തു. ദെൻ വി ക്യാൻ ഓൾസോ റൈറ്റ് ദിസ് സെൻറ്റൻസ് ആസ് this self. Many people live below the poverty line in some countries. So അതിനുശേഷം നമ്മളൊരു സെമി കോളൻ ആണ് കൊടുത്തത്. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് യൂസ് ഇത് കണക്റ്റിംഗ് വേർഡ് ഹൗവർ. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ സെൻറ്റൻസ് കണ്ടിന്യൂഷൻ ആയത് ഹൗവറിൻ്റെ എച്ച് വിൽ ബി സ്മോൾ ലെറ്റർ ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ പുട്ട് എ കോമ. സോ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ഈ കണക്റ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ഐ വിൽ ഓൾവേസ് പ്രിഫർ ദ സെക്കൻഡ് വൺ ടു ദ ഫസ്റ്റ് വൺ, ബിക്കോസ് ദിസ് വിൽ ഗീവ് യു എ മച്ച് ഹയർ ബാൻഡ്. കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു സെമിക്കോളിൻ്റെ യൂസേജ് പ്രോപ്പറായിട്ടും വരുന്നുണ്ട്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ശാലു ഗുഡ് ആഫ്റ്റർനൂൺ, അഖില ഗുഡ് ആഫ്റ്റർനൂൺ. Okay, and the third category is use a comma after an introductory adverb like. നിങ്ങൾക്ക് ഇൻട്രൊഡക്ടറി ആഡ്വേർബ് ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ ഒരു സെൻറ്റൻസിൽ ഒരു ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന ആഡ്വേർബുകൾ ഏത് യൂസ് ചെയ്താലും അതിനുശേഷം യു ഹാവ് ടു പുട്ട് എ കോമ. ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് അൺഫോർച്ചുനേറ്റ്ലി. നമുക്ക് ഓൾറെഡി ഫെമിലിയർ വേർഡാണ്. അൺഫോർച്ചുനേറ്റ്ലി, കോമ, ദ വേൾഡ് പോപ്പുലേഷൻ ഹാസ് ഇൻക്രീസ്ഡ് ഇൻ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. സോ ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. യു ഓൾറെഡി നോ ദിസ്. ആൻഡ് ദ സെക്കൻഡ് സെൻറ്റൻസ് ഈസ് അക്കോർഡിംഗ്ലി, കോമ, ദ ഗവൺമെൻറ്റ്സ് ആർ ലുക്കിംഗ് ഫോർ വേസ് ടു ടാക്കിൾ ദിസ് പ്രോബ്ലം. ആൻഡ് ദ തേർഡ് വൺ ഈസ് ബേസിക്കലി, കോമ, സം മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ ടു പ്രിവെൻറ്റ് ഫർദർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. സോ ഇതിൽ നമുക്ക് ഡൗട്ട് വരേണ്ട കോണ്ടെക്സ്റ്റ് ഇല്ല, ബിക്കോസ് യു ഓൾറെഡി നോ ദാറ്റ് ആഫ്റ്റർ ദിസ് വേർഡ്സ് യു ഹാവ് ടു പുട്ട് എ കോമ. ദെൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഫോർത്ത് കോണ്ടെക്സ്റ്റ്. ഇവിടെയാണ് പലർക്കും കൺഫ്യൂഷൻ ഉള്ളത്. യു ഡോണ്ട് നോ യു നീഡ് ടു പുട്ട് എ കോമ ബിഫോർ ദീസ് വേർഡ്സ്. ഫോർത്ത് കോണ്ടെക്സ്റ്റ് ഈസ് യൂസ് എ കോമ ബിഫോർ ദ കൺജങ്ഷൻസ് ലൈക്ക് ആൻഡ്, ബട്ട്, ഫോർ, ഓർ, നോർ, സോ, യെറ്റ്. ഈ 6 വേർഡ്സിൻ്റെ മുന്നിലായിട്ട്, 7 വേർഡ്സിൻ്റെ മുന്നിലായിട്ട് യു നീഡ് ടു പുട്ട് എ കോമ ടു ലിങ്ക് അപ്പ് ടു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. സോ ഇതിന് നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്നാണ് പറയുക. ബട്ട് നമ്മൾ അതെന്താണെന്ന് ഡീറ്റെയിൽ ഗ്രാമർ ഒന്നും നമുക്ക് ആവശ്യമില്ല. ബട്ട് നമുക്ക് ആ ഒരു ഐഡിയ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. അതായത് നമ്മൾ 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ, അതായത് വി ആർ കണക്റ്റിംഗ് 2 ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസസ്, തമ്മിൽ ബന്ധമില്ലാത്ത, കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന, ഡിപ്പെൻഡൻ്റ് അല്ലാണ്ട് നിൽക്കുന്ന 2 സെൻറ്റൻസസിനെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേർഡ്സ് യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ വേർഡ്സ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാൻ ബോയ്സ് എന്നുള്ള രീതിയിൽ ഇത് പഠിച്ചു വെക്കാവുന്നതാണ്. ദാറ്റ് ഈസ്
Fൻ്റെ മീനിങ് ഫോർ, A for and, N for nor, B for but, O for or, Y for yet and S for so. ഈ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസിനെ കണക്ട് ചെയ്യാം. സോ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ബിഫോർ ദീസ് വേർഡ്സ് യു നീഡ് ടു പുട്ട് എ കോമ. സോ ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ. ദ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് വി ഫെൽറ്റ് ടയേർഡ്. ഞങ്ങൾ ടയേർഡ് ആയിരുന്നു. വി വെൻറ്റ് ടു ബെഡ് ഏർലിയർ. സോ വി ഫെൽ ടയേർഡ് എന്നൊരു സെൻറ്റൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് സെൻറ്റൻസ്. ആൻഡ് ദ സെക്കൻഡ് സെൻറ്റൻസ് ഈസ് വി വെൻറ്റ് ടു ബെഡ് ഏർലിയർ. ഞങ്ങൾ അതുകൊണ്ട് നേരത്തെ ബെഡിൽ പോയി. സോ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ നമ്മളൊരു കോമ കൊടുത്തിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് എ മിസ്റ്റേക്ക്. ഇഫ് യു ആർ കണക്റ്റിംഗ് ടു ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് യു നീഡ് ടു ആഡ് എ കൺജങ്ഷൻ ഇൻ ബിറ്റ്വീൻ ദീസ് സെൻറ്റൻസസ് എലോങ് വിത്ത് ദ കോമ. ആ ഒരു കോമയുടെ കൂടെ ഒരു കൺജങ്ഷനും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ, അതായത് ഫാൻ ബോയ്സ് എന്നതിൽ നിന്ന് ഒരു കൺജങ്ഷനും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ സെൻറ്റൻസ് കറക്റ്റ് ആണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. സോ ഫസ്റ്റ് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കണക്ട് ചെയ്യാൻ ഒരു കോമ ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ യു നീഡ് ടു ആഡ് എ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. So this one is wrong. The correct one is we felt tired. So the first independent clause is there, and after that we can put a comma and we add the word so. നമ്മൾ ആ ഫാൻ ബോയ്സിൽ നിന്ന് സോ എന്നുള്ളൊരു കൺജങ്ഷൻ ആഡ് ചെയ്തു. സോ വി വെൻ ടു ബെഡ് ഏർലിയർ. സോ ദിസ് വൺ ഈസ് കറക്റ്റ്. ദ ഫസ്റ്റ് വണ്ണിലുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇഫ് യു ആർ കണക്റ്റിംഗ് ടു ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ഇൻ ബിറ്റ്വീൻ ദ ക്ലോസ് യു കനോട്ട് സിംപ്ലി പുട്ട് എ കോമ. യു നീഡ് ടു ആഡ് എ കൺജങ്ഷൻ എലോങ് വിത്ത് ദ കോമ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഇത്രയും കാര്യമാണ്. നമുക്ക് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ടു കംപ്ലീറ്റ് സെൻറ്റൻസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൺജങ്ഷൻസ് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് എലോങ് വിത്ത് ദ കൺജങ്ഷൻ നിങ്ങൾക്കൊരു കോമയും കൂടെ അതിൻ്റെ കൂടെ ഇട്ടാൽ മാത്രമേ അത് കറക്റ്റ് ആവുകയുള്ളൂ. So here are some other examples. There was a heavy traffic. So that is a first independent clause, comma, and the weather was getting hot. So here is a second independent clause. And the second example is you can quit smoking, comma, or this will cause an irreparable harm to your body. അപ്പോൾ ഫസ്റ്റ് ഐഡിയയും സെക്കൻഡ് ഐഡിയയും നമുക്കുണ്ട്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ നമ്മുടെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ പ്ലസ് കോമ ആഡ് ചെയ്ത് കൊടുത്തു. The third one is it was early, comma, yet we were exhausted after 10 hours of hiking. So നമ്മുടെ ഫസ്റ്റ് ഐഡിയ സെക്കൻഡ് ഐഡിയയുടെയും ഇടയിലായിട്ട്, അതായത് ആഫ്റ്റർ ദ ഫസ്റ്റ് ഐഡിയ യു ഹാവ് ടു പുട്ട് എ കോമ. ആഫ്റ്റർ ദാറ്റ് യു നീഡ് ടു ആഡ് എ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആൻഡ് ദെൻ യു ക്യാൻ അഗെയിൻ ആഡ് യുവർ സെക്കൻഡ് സെൻറ്റൻസ്. ബട്ട് ഓൾവേസ് റിമെമ്പർ ദീസ് ടു സെൻറ്റൻസസ് വിൽ ബി ഇൻഡിപെൻഡൻറ്റ്. ഇത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ദെൻ ഇറ്റ് വിൽ ബി എ മിസ്റ്റേക്ക് ഇഫ് യു ലൈക്ക് ദിസ്. നമുക്ക് ഈ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓൾവേസ് നമുക്ക് ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസസിൻ്റെ ഇൻ ബിറ്റ്വീൻ മാത്രമേ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നിങ്ങൾ ബേസിക്കലി ഇത്രയും മനസ്സിലാക്കുക, തമ്മിൽ കണക്റ്റഡ് അല്ലാത്ത രണ്ട് സെൻറ്റൻസസ് എഴുതുന്ന സമയത്ത് ഒരു ഫസ്റ്റ് സെൻറ്റൻസ് എഴുതുക, ആഫ്റ്റർ ദാറ്റ് ഒരു കോമ ആഡ് ചെയ്തതിന് ശേഷം ഫാൻ ബോയ്സ് എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് ക്ലോസ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആ ഒരു കൺജങ്ഷൻ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് എഴുതുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഒരു മിസ്റ്റേക്ക് ആയിട്ടായിരിക്കും അവർ കണക്ട് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, വി ഓൾ നോ ദിസ് വേർഡ് ദെൻ. ദെൻ എന്നുള്ള വേർഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈം ഫ്രേസ് ആണ്. സോ ലുക്ക് അറ്റ് ദ ഫസ്റ്റ് സെൻറ്റൻസ്, വി ടുക്ക് എ ടാക്സി, comma, then we went to the party. So here is the first independent clause. ഞങ്ങളൊരു ടാക്സി എടുത്തു. The second, we went to the party. ഞങ്ങളൊരു പാർട്ടിക്ക് പോയി. സോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ അറിയാം ഇത് രണ്ടും ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ആണ്. നമുക്ക് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിനകത്ത് ദെൻ എന്നൊരു വേർഡ് നമ്മൾ പഠിച്ചിട്ടില്ല. ദെൻ ഒരു ഫ്രേസാണ്, ഒരു ടൈം കാണിക്കുന്നൊരു ഫ്രേസാണ്. സോ നമ്മൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഒരു കോമ ഇട്ട് ദെൻ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ മിസ്റ്റേക്ക്. അതൊരു മിസ്റ്റേക്കാണ്. ബിക്കോസ് വി നീഡ് ടു ആഡ് എ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ദാറ്റ് ഈസ് ഫാൻ ബോയ്സിൽ നിന്നും നമ്മൾ ഒരു വേർഡ് ഇവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കൂ. സോ നമ്മൾ ഫസ്റ്റ് ഐഡിയ വി ടുക്ക് എ ടാക്സി ആഡ് ചെയ്തതിന് ശേഷം വി ഹാവ് ടു പുട്ട് എ കോമ. ഒരു കോമ ഇട്ടു, ദെൻ ഡയറക്റ്റ്ലി നമ്മളൊരു ദെൻ ആഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു മിസ്റ്റേക്കാണ്. സോ യു നീഡ് ടു ആഡ് എ കൺജങ്ഷൻ. അതുകൊണ്ട് തന്നെ നമ്മളൊരു കൺജങ്ഷൻ ആഡ് ചെയ്യുക, ആൻഡ് എന്നുള്ളൊരു കൺജങ്ഷൻ ആഡ് ചെയ്തതിന് മാത്രം
ശേഷം മാത്രം ദെൻ എന്നുള്ള ബാക്കി കാര്യം നമുക്ക് പറഞ്ഞു പോവാം. വി ടുക്ക് എ ടാക്സി കോമ ആൻഡ് ദെൻ വി വെൻ ടു എ പാർട്ടി. സോ ഡയറക്റ്റായിട്ട് നിങ്ങൾ ദെൻ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്. ബിക്കോസ് നമുക്ക് അവിടെ കൺജങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രാമാറ്റിക്കലി ഇത് ശരിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നമ്മൾ എഴുതുന്ന സമയത്ത് ദെൻ എന്നുള്ള കണക്റ്റിംഗ് ആണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കൺജങ്ഷനകത്തുനിന്ന് ഒരു വേർഡ് ആഡ് ചെയ്തതിന് ശേഷം മാത്രം ദെൻ ഇട്ട് നിങ്ങളുടെ സെൻറ്റൻസ് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓക്കെ അമല, ഗുഡ് ആഫ്റ്റർനൂൺ. ഐശ്വര്യ, ഗുഡ് ആഫ്റ്റർനൂൺ. Okay, and the fifth one is use commas before the extra information in the sentence. ആ ഒരു സെൻറ്റൻസിലുള്ള എക്സ്ട്രാ ഇൻഫർമേഷന് മുന്നേ നിങ്ങൾക്ക് കോമ ആഡ് ചെയ്യാം. ദാറ്റ്സ് വാട്ട് വി ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് 2 സെഷൻസ്. നമ്മൾ 2 സെഷനിലും ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ ദ നെയിം, അപ്പോസിഷൻ എന്താണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് ഒരു സെഷൻ പോയിട്ടുണ്ടായിരുന്നു. ഇൻ ദ നെയിം, ഹൗ വി ക്യാൻ റൈറ്റ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, എങ്ങനെ നിങ്ങൾക്ക് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻ ദ പ്രീവിയസ് സെഷൻ ഓൾസോ നമ്മളൊരു സെൻറ്റൻസ് റീഫ്രേസിങ് ടൈമിൽ പറഞ്ഞ ടൈമിൽ നമ്മളൊരു അപ്പോസിഷൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് ദ സെയിം തിങ്. നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് ആ സെൻറ്റൻസിൽ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്റൻസ് എൻഡിങ് അപ്പോസിഷനോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീനുള്ള അപ്പോസിഷനോ യൂസ് ചെയ്യാം. സോ ദ ഫസ്റ്റ് എക്സാമ്പിൾ ഈ സെൻറ്റൻസ് എൻഡിങ് അപ്പോസിഷൻ. വൈൽ ഐ വാസ് ഷോപ്പിംഗ് ഐ ബോട്ട് എ റെയിൻകോട്ട്. ഞാൻ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു റെയിൻകോട്ട് വാങ്ങി. സോ ദ സെൻറ്റൻസ് ഈസ് വൈൽ ഐ വാസ് ഷോപ്പിംഗ്. ദാറ്റ് ഈസ് അതൊരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. ബിക്കോസ് വെൻ ഐ സേ വൈൽ ഐ വാസ് ഷോപ്പിംഗ് യു വിൽ ബി ലൈക്ക് ഓക്കെ ദെൻ വാട്ട്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടാവാം. അതിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് സെൻറ്റൻസ് ഈസ് ഇൻകംപ്ലീറ്റ്. സോ ദ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. നിങ്ങൾ ഒരു കണക്റ്റ്, അതായത് ആ സെൻറ്റൻസിൻ്റെ ബാക്കിയായിട്ടോ എന്തെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ടൈപ്പിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. സോ യു ക്യാൻ സ്റ്റാർട്ട് ദ സെൻറ്റൻസ് വിത്ത് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. വൈൽ ഐ വാസ് ഷോപ്പിംഗ് കോമ, അതിനുശേഷം നമുക്ക് ഒരു കോമ ഇടാം. ഐ ബോട്ട് എ റെയിൻകോട്ട്. സോ നിങ്ങളുടെ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മളൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്യുകയാണ്. എ ടൈപ്പ് ഓഫ് കോട്ട്. ആ റെയിൻകോട്ട് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് കോട്ടാണ്. സോ ആ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് പുട്ട് എ കോമ ആഫ്റ്റർ ദാറ്റ് ആൻഡ് ദെൻ യു ക്യാൻ ആഡ് ദ എക്സ്ട്രാ ഇൻഫർമേഷൻ. ഓക്കെ, ഇനി നിങ്ങൾക്കിത് വേറൊരു രീതിയിൽ വേണമെങ്കിൽ എഴുതാം. അതായത് എൻഡിങ് അപ്പോസിഷനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ ബിറ്റ്വീനിലേക്ക് ചേഞ്ച് ചെയ്യാം. അതായത് ദ ന്യൂ ബാഗ്, നിങ്ങൾ ആ ഒരു ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് പറഞ്ഞു, ബാഗിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ദെൻ യു ആർ ഗോയിങ് ടു ആഡ് ദ എക്സ്ട്രാ ഇൻഫർമേഷൻ. സോ യു നീഡ് ടു ആഡ് ദ എക്സ്ട്രാ ഇൻഫർമേഷൻ ഇൻ ബിറ്റ്വീൻ 2 കോമാസ്. 2 കോമയുടെ ഇൻ ബിറ്റ്വീനാണ് നിങ്ങൾ ആ ഐഡിയ റൈറ്റ് ചെയ്യേണ്ടത്. The new bag which I bought yesterday. This is the extra information. ഇതാണ് നിങ്ങളുടെ എക്സ്ട്രാ ഇൻഫർമേഷൻ. Which I bought yesterday, comma, is extremely expensive in this city. സോ നിങ്ങൾക്ക് ഇത് 2 രീതിയിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് സെൻറ്റൻസ് എൻഡിങ്ങിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ പുട്ട് എ കോമ ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ദാറ്റ് എക്സ്ട്രാ ഇൻഫർമേഷൻ. ബട്ട് ഇൻ ബിറ്റ്വീൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു പുട്ട് ദാറ്റ് എക്സ്ട്രാ ഇൻഫർമേഷൻ ഇൻ ബിറ്റ്വീൻ 2 കോമാസ്. ആൻഡ് വെൻ യു റിമൂവ് അല്ലെങ്കിൽ വെൻ യു ഒമിറ്റ് ദിസ് ഇൻഫർമേഷൻ ദാറ്റ് സെൻറ്റൻസ് ഷുഡ് ബി പെർഫെക്റ്റ്. ദാറ്റ് ഈസ് the new bag is extremely expensive in this city. That sentence is almost correct. Not almost, it is correct. It is a perfect sentence. So അങ്ങനെ ഒരു സെൻറ്റൻസിലേക്ക് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്യുമ്പോഴാണ് 2 കോമ ഇട്ടിട്ട് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ അത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ അത്രയും ഓർത്തിരിക്കുക. വെൻ യു ഒമിറ്റ് ദിസ് എക്സ്ട്രാ ഇൻഫർമേഷൻ ദ സെൻറ്റൻസ് ഷുഡ് ബി കറക്റ്റ്. ദ ന്യൂ ബാഗ് ഈസ് എക്സ്ട്രീംലി എക്സ്പെൻസീവ് ഇൻ ദിസ് സിറ്റി. ദാറ്റ് സെൻറ്റൻസ് ഈസ് കറക്റ്റ്. ആൻഡ് യു ക്യാൻ ഓൾസോ റൈറ്റ് ലൈക്ക് ദ ന്യൂ ബാഗ് കോമ വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ കോമ ഈസ് എക്സ്ട്രീംലി എക്സ്പെൻസീവ് ഇൻ ദിസ് സിറ്റി. 2 രീതിയിലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ ഇഫ് യു ആർ സ്റ്റാർട്ടിംഗ് വിത്ത് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് യു നീഡ് ടു പുട്ട് എ കോമ ആഫ്റ്റർ ദാറ്റ്. ദെൻ ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ കറക്റ്റ് യുവർ സെൻറ്റൻസ് ആൻഡ് ലാസ്റ്റിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നൗണിൽ നിന്ന് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇൻ ബിറ്റ്വീൻ 2 കോമാസ് വേണമെങ്കിലും ഈ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ രഞ്ജിനി. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. And the next one is use a comma after a dependent clause when you start a sentence. നമ്മളിപ്പോൾ കുറച്ച് ഓൾറെഡി പറഞ്ഞായിരുന്നു ആ കാര്യം. നിങ്ങളൊരു സെൻറ്റൻസ് ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ശേഷം ആ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിൻ്റെ എൻഡിങ്ങിൽ ഒരു കോമ ഇട്ടതിന് ശേഷം വേണം നിങ്ങൾ ബാക്കി ഫെർദർ ആയിട്ടുള്ള സെൻറ്റൻസ് പറയാൻ വേണ്ടിയിട്ട്. സോ ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ. Although I was in the shopping center. So I will be like, okay, then what did you do there? അല്ലെങ്കിൽ what did you buy there? ഞാൻ ഒരു ഷോപ്പിംഗ് സെൻറ്ററിലായിരുന്നിട്ടും എന്ന് ഞാൻ പറഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും പിന്നെ നിങ്ങൾ അവിടെ എന്താണ് ചെയ്തത്. സോ ദാറ്റ് ഈസ് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഓൾദോ
ഓൾദോ ഐ വാസ് ഇൻ ദ ഷോപ്പിംഗ് സെൻറ്റർ. സോ അങ്ങനെ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് യൂസ് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ ദാറ്റ് യു നീഡ് ടു പുട്ട് എ കോമ. ദെൻ ഐ ഡിഡിൻ ബൈ എനിത്തിങ്. ഞാൻ അവിടെ നിന്ന് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സോ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഈ സെൻറ്റൻസിനെ നമുക്ക് രണ്ട് രീതിയിൽ റൈറ്റ് ചെയ്യാൻ പറ്റും. യു ക്യാൻ എയ്തർ റൈറ്റ് ഇറ്റ് ഇൻ ദിസ് വേ ഓർ ദിസ് വേ. അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അതർവൈസ് യു ക്യാൻ സ്റ്റാർട്ട് ദ സെൻറ്റൻസ് ഫ്രം ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ദാറ്റ് ഈസ് ഐ ഡിഡിൻ ബൈ ദ കോട്ട് എന്നുള്ള കോണ്ടെക്സ്റ്റ് നമുക്ക് ആദ്യം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഐ ഡിഡിൻ ബൈ ദ കോട്ട് although I was in the shopping center. So you need to remember this. If you start the sentence with a dependent clause, you should put a comma after the dependent clause before the independent clause. But if you are going to write the sentence starting by independent clause, you have to use a comma. അവിടെ ഒരു കോമയുടെ ആവശ്യമില്ല. Okay, so that is written in the bottom. If the independent clause comes first, you need a comma. If the dependent clause comes first, you need a comma. If the independent clause comes first, no comma is needed. അതായത് ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിൽ നിന്നാണ് നിങ്ങളുടെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു കോമ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് നിങ്ങളൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു കോമയുടെ ആവശ്യം അവിടെ ഇല്ല. ഓക്കെ, സോ ഹിയർ ആർ സം എക്സാമ്പിൾസ്. ഇഫ് ഓർ വെൻ യു സ്റ്റഡി വെൽ, കോമ, യു വിൽ പാസ് ദ എക്സാം. സോ നമ്മൾ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അതുകൊണ്ട് തന്നെ നമ്മളൊരു കോമ ഇട്ടിട്ടാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് കൊടുത്തത്. ഇഫ് യു ആർ റൈറ്റിംഗ് ഇൻ ദ റിവേഴ്സ് ഓർഡർ, യു വിൽ പാസ് ദ എക്സാം ഇഫ് ഓർ വെൻ യു സ്റ്റഡി വെൽ. സോ ഇവിടെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കോമയുടെ ആവശ്യം നമുക്ക് വരുന്നില്ല. ആൻഡ് ഹിയർ ഈസ് ദ സെക്കൻഡ് എക്സാമ്പിൾ. വൈൽ ഐ വാസ് വർക്കിംഗ് ഓൺ ദ സ്ട്രീറ്റ്, കോമ, മൈ ഫോൺ റാങ്. സോ നമ്മളൊരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മളൊരു കോമ ഇട്ടിട്ടാണ് ബാക്കി കാര്യം പറഞ്ഞത്. ബട്ട് ഇഫ് യു ആർ റൈറ്റിംഗ് ലൈക്ക് മൈ ഫോൺ റാങ് വൈൽ ഐ വാസ് ഓൺ ദ സ്ട്രീറ്റ്, ബിക്കോസ് അതൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു കോമയുടെ ആവശ്യം അവിടെ ഇല്ല. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. And the second last one is use a comma between two adjectives that describe the same noun. So for this you need to know what is an adjective. So adjective എന്ന് പറയുന്നത് നമ്മൾ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ adjective എന്ന് പറയുന്നത്. For a simple example, he is a tall man. അയാൾ ഒരു ടോൾ ആയിട്ടുള്ള നീളമുള്ള ഒരു പൊക്കമുള്ള മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ ആ മാനിനെ നമ്മളൊന്ന് ക്വാളിഫൈ ചെയ്തു, പൊക്കമുള്ള. ലൈക്ക് ഷീ ഈസ് എ ബ്രില്യൻ ഗേൾ. അങ്ങനെ ആ ഒരു ക്വാളിഫൈ ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് അഡ്ജക്റ്റീവ്സ് പറയുന്ന സമയത്ത് യു നീഡ് ടു പുട്ട് എ കോമ ആഫ്റ്റർ ഈച്ച് അഡ്ജക്റ്റീവ്. സോ ഹിയർ ഈസ് ദ എക്സാമ്പിൾ. ഐ ബോട്ട് എ ടൈറ്റ്, കോമ, ബ്ലാക്ക് കോട്ട് വെൻ ഐ വാസ് ഇൻ ദ ഷോപ്പിംഗ് സെൻറ്റർ. ഞാൻ ഷോപ്പിംഗ് സെൻറ്ററിലായിരുന്ന സമയത്ത് ഒരു ടൈറ്റ് ബ്ലാക്ക് കോട്ട് വാങ്ങി. സോ ആ ഒരു കോട്ട് എന്നുള്ളതിനെ ക്വാളിഫൈ ചെയ്ത അഡ്ജക്റ്റീവ്സ് ആണ് ബ്ലാക്ക് ആൻഡ് ടൈറ്റ് എന്ന് പറയുന്നത്. ടൈറ്റ് ആയിരുന്നു, ബ്ലാക്ക് ആയിരുന്നു. സോ ഇൻ ബിറ്റ്വീൻ ഇതിന് രണ്ടും ഇടയിലായിട്ട് നിങ്ങൾ ഒരു കോമ ഇടണം. സെക്കൻഡ് വൺ ഈസ് ഐ ബോട്ട് എ ടൈറ്റ് ബ്ലാക്ക് വൂൾ കോട്ട്. സോ നമ്മൾ 3 അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. വൂളുണ്ട്, ബ്ലാക്ക് ആൻഡ് ടൈറ്റ്. സോ 3ൻ്റെ ബിറ്റ്വീൻ നമ്മൾ കോമ പ്രൊവൈഡ് ചെയ്യുക. സോ വൈൽ യു ഹാവ് എ ലിസ്റ്റ് ഓഫ് അഡ്ജക്റ്റീവ്സ്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം എഴുതുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലൊരു ലിസ്റ്റ് ഓഫ് അഡ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ ആൻഡ് യു ഡോണ്ട് നോ ഇൻ വിച്ച് ഓർഡർ യു നീഡ് ടു അറേഞ്ച് ദിസ്, ഏതൊരു ഓർഡറിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യണം എന്ന് അറിയില്ല എന്നൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഓർഡർ. ക്വാണ്ടിറ്റി, ഒപ്പീനിയൻ, സൈസ്, ഏജ്, കളർ, ഷേപ്പ്, ഒറിജിൻ, മെറ്റീരിയൽ ആൻഡ് പർപ്പസ്. ഈ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് അഡ്ജക്റ്റീവ്സിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. Okay, and the last one is use a comma for the quotes that summary directly said. ബട്ട് വി ഓൾറെഡി നോ, നമ്മളൊരു IELTSലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമ്മൾ കോഡ്സ് അവോയ്ഡ് ചെയ്യും. ബട്ട് നിങ്ങളൊരു എക്സാമ്പിളൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കോഡ്സ് വല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു നീഡ് ടു പുട്ട് എ കോമ. നമുക്കത് അറിഞ്ഞിരിക്കണം എവിടെയാണ് ആ കോമ കൊടുക്കേണ്ടതെന്നുള്ളത്. സോ ഹിയർ ഈസ് ദ എക്സാമ്പിൾ. അക്കോർഡിംഗ് ടു ദ റീസെൻറ്റ് സർവേ ക്യാരിഡ് ഔട്ട് ഇൻ ടൊറൻറ്റോ, എ സയൻറ്റിസ്റ്റ് ക്ലെയിംഡ് മെനി ആനിമൽ സ്പീഷീസ് ഹാവ് ഗോൺ എക്സ്റ്റിൻറ്റ് ഇൻ ദ ആഫ്രിക്കൻ കൺട്രി. സോ നമ്മൾ ആ ഒരു സയൻറ്റിസ്റ്റ് ക്ലെയിം ചെയ്ത കാര്യം പറയാൻ പോവാണ്. ആ ഒരു റീസെൻറ്റ് സ്റ്റഡി നടന്നതനുസരിച്ച് ആ സയൻറ്റിസ്റ്റ് ഇങ്ങനെയാണ് പറഞ്ഞത്. സോ ആ ഒരു കോട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളൊരു കോമ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. സോ ഹിയർ ആർ ദ കോണ്ടെക്സ്റ്റ് വെയർ യു നീഡ് ടു യൂസ് എ കോമ. 8 കോണ്ടെക്സ്റ്റുകളാണ് നമുക്കുള്ളത്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് എ ക്വിക്ക് റീക്യാപ്പ്. The first one is use a comma between the list of items. So list of items പറയുന്ന സമയത്ത് ആ ലിസ്റ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് യു നീഡ് ടു പുട്ട് എ കോമ. ആൻഡ് ഓൾവേസ് റിമെമ്പർ ഇത് ലാസ്റ്റ് കാറ്റഗറി പറയുമ്പോഴും അവിടെ നമ്മളൊരു കണക്റ്റിംഗ് വേർഡ് യൂസ് ചെയ്താൽ കൂടിയും അതിന് പ്രയറായിട്ട് ഒരു കോമ ആഡ് ചെയ്തിട്ടുണ്ടാവണം.
And the second one is use a comma after adverbs in the beginning. ആ ഒരു beginning adverbsൽ നിങ്ങൾ എപ്പോഴും comma യൂസ് ചെയ്തിട്ടുണ്ടാവണം. But I know you already know this. And the third, before going to the third one, we have said that നിങ്ങൾ ഇങ്ങനത്തെ കണക്റ്റിംഗ് വേർഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. If you are going to add this word in the beginning of the second sentence, you should put a full stop by the end of the first sentence. After that, you can use this word and then put a comma and continue with the second sentence. Or otherwise, you can add a semicolon to the ending of the first sentence and then add this sentence and followed by a comma. So ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. I hope it's clear for you. And the third one is use a comma after the introductory adverbs. അതായത് നിങ്ങളൊരു പുതിയൊരു കോണ്ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് കണക്റ്റീവ് വേർഡിന് ശേഷം ഒരു ഇൻട്രൊഡക്ടറി ആഡ്വേർബിന് ശേഷം യു ഹാവ് ടു പുട്ട് എ കോമ. And the fourth one is coordinating conjunctions, that is and, but, for, or, nor, so and yet. ഇത്രയും കൺജങ്ഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് അതായത് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണിത്. ഇതിലേത് വേർഡ് നിങ്ങൾ യൂസ് ചെയ്താലും യു ഹാവ് ടു പുട്ട് എ കോമ ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു നീഡ് ടു റൈറ്റ് ദിസ് വേർഡ് ആൻഡ് കണ്ടിന്യൂ വിത്ത് ദ സെക്കൻഡ് സെൻറ്റൻസ്. ബട്ട് നിങ്ങൾ ഈ ഒരു കൺജങ്ഷൻ യൂസ് ചെയ്യാതെ ജസ്റ്റ് കോമ മാത്രം ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്. സോ നിങ്ങളുടെ ഗ്രാമാറ്റിക്കൽ റേഞ്ചിലുള്ള മാർക്ക് അവിടെ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യുകയായിരിക്കും. ആൻഡ് ഇഫ് യു ആർ യൂസിങ് the word then to connect this type of sentences, always remember just add a coordinating conjunction along with this word then, and you have to also use a comma before that. We took a taxi, comma, and then we went to a party. That is the correct sentence. If you are writing like we took a taxi, comma, then we went to the party, that is the wrong sentence. Okay, and the sixth one is use commas before the extra information in the sentence. എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, that is if you are writing an appositive sentence, if it is an ending appositive, you need to just put a comma and add the extra information. If you are using the apposition in between, you should add the extra information in between two commas. രണ്ട് രീതിയിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ സിക്സ് വൺ ഈസ് യൂസ് എ കോമ ആഫ്റ്റർ എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. നിങ്ങളൊരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിൽ നിന്നാണ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പുട്ട് എ കോമ ആഫ്റ്റർ ദ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആൻഡ് ദെൻ റൈറ്റ് യുവർ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ബട്ട് vice versa, if you are writing your sentence by the starting of an independent clause, you don't need to add a comma. If you add a comma in that context, that will be a wrong sentence. So independent clause നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസസിൽ നിങ്ങൾക്ക് കോമയുടെ ആവശ്യം വരുന്നില്ല. ബട്ട് ഡിപ്പെൻഡൻറ്റ് ക്ലോസസിൽ നിന്നാണ് നിങ്ങളുടെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് ശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം മാത്രമേ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ. And the seventh one is use commas in between the list of adjectives in order to describe a noun. ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അഡ്ജക്റ്റീവ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്തും ഓരോ ഈച്ച് ആൻഡ് എവരി അഡ്ജക്റ്റീവിന് ശേഷം യു ഹാവ് ടു പുട്ട് എ കോമ, then it will be a correct sentence. And if you don't know the order how you need to arrange the adjectives, you can follow this type. ഈ ഒരു ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്ജക്റ്റീവ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് യൂസ് എ കോമ ഫോർ ദ കോഡ്സ് ദാറ്റ് സംബഡി ഡയറക്ട്ലി സെഡ്. ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ബട്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, ബട്ട് എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ ആഫ്റ്റർ വാട്ട് ദേ ഹാവ് സെഡ്, ഹൂ ഈസ് ദാറ്റ്, ആരാണത് പറഞ്ഞത്, എവിടെയാണ് എന്നതിന് ശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ ഒരു സെൻറ്റൻസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിന് ഏറ്റവും ടഫ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് യു ഡോണ്ട് നോ വെദർ ടു പുട്ട് ദിസ് കോമ, എവിടെ കോമ ഇടണം എന്നുള്ള ഒരു ഡൗട്ടുണ്ട്. ഇഫ് യു ആർ ഓൾസോ എ IELTS ആസ്പിരൻറ്റ് ഹൂ ലൂസസ് മാർക്ക് ബിക്കോസ് ഓഫ് ദിസ്, ഗസ് വാട്ട്, യു ആർ നോട്ട് എനിമോർ. യു ക്യാൻ കോൺഫിഡൻ്റ്ലി യൂസ് കോമ ആഫ്റ്റർ ദിസ് സെഷൻ. ഇതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കോമ യൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് യു നീഡ് റെഗുലർ പ്രാക്ടീസ് ഫോർ ദിസ്. സോ practice well and score a much higher band in your IELTS exam. Okay, I hope it's clear. If you have any doubts, you can ask that through the chat box. Okay, I hope it's clear. So thank you. See you in next Monday.